ലൈംഗികാതിക്രമ കേസിലെ കർണാടകയിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങുമെന്ന് സൂചന. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് JDS നേതൃത്വം പോലീസിനെ അറിയിച്ചു. കേസിൽ ഇന്നലെ അറസ്റ്റിലായ പിതാവ് HD രവിണ്ണയെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇനി പ്രജ്വൽ രേവണ്ണ എപ്പോൾ കീഴടങ്ങുമെന്നുള്ളതാണ് ചോദ്യം. എപ്പോൾ കീഴടങ്ങുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രവിത, പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങുമെന്ന് JDS നേതൃത്വം തന്നെയാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചത്. കടുത്ത സമ്മർദ്ദം JDS നേതൃത്വത്തിനുമേൽ അന്വേഷണ സംഘം നൽകിയിരുന്നു. കാരണം ഇത് രേവണ്ണയ്ക്ക് പുറമെ പ്രജ്വൽ രേവണ്ണയെ തന്നെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്വേഷണ സംഘത്തിനോട് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രജ്വൽ രേവണ്ണയുടെ അറസ്റ്റ് ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് അന്വേഷണ സംഘത്തിന് നൽകിയത്. ഇതേ തുടർന്നാണ് JDS നേതൃത്വത്തോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുകയും അതിൽ JDS നേതൃത്വം ഉടൻ തന്നെ പ്രജ്വൽ രേവണ്ണ കീഴടങ്ങുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ എപ്പോൾ കീഴടങ്ങും, എപ്പോൾ ബംഗളൂരുവിൽ എത്തുന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തതയില്ല. അന്വേഷണ സംഘവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ബംഗളൂരുവിൽ എത്താനുള്ള സാധ്യത ഉണ്ട് എന്ന സൂചന മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും വലിയ രാഷ്ട്രീയവാദമായിട്ടുള്ള സംഭവമാണ്. അതിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. 7-ാം തീയതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എല്ലാ പ്രചരണ വേദികളിലും അതായത് ഈ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട കേസ്, അതോടൊപ്പം തന്നെ ഈ ദേവഗൌഡ കുടുംബം ഉൾപ്പെട്ട ലൈംഗിക അതിക്രമണ കേസ് മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലാണ് BJPക്കും അതോടൊപ്പം തന്നെ JDS നേതൃത്വത്തിന് ഉൾപ്പെടെയുള്ളത്. HD രേവണ്ണയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്നലെയാണ് രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. വൈകിട്ട് 5 മണിയോടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം നടത്തി വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ എപ്പോൾ കീഴടങ്ങുമെന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തതയില്ല. ലഭിക്കുന്ന പല സൂചനകളുണ്ട്. മംഗളൂരു വിമാനത്താവളത്തിലായിരിക്കും എത്തുക എന്ന് രാവിലെ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നീട് ഗോവയിലായിരിക്കും എത്തുക, അതിനുശേഷം ബംഗളൂരിലേക്ക് വരും എന്ന തരത്തിലുള്ള വിവരങ്ങൾ, സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അന്വേഷണ സംഘവും അതിൽ എന്തെങ്കിലും ഒരു കൃത്യമായ വിവരം അതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ പക്കലും ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടൻ കീഴടങ്ങുമെന്ന് തന്നെയാണ് JDS നേതൃത്വം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി. ലൈംഗികാതിക്രമ കേസിൽ കർണാടകയിൽ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങുമെന്നുള്ള സൂചനയാണ് JDS നേതൃത്വം നൽകുന്നത്.